പല വിഡ്ഢിത്തം പ്രസംഗിക്കണ കേൾക്കാറുണ്ട്. പാശ്ചാത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി പ്രസംഗിക്കും. കേട്ടില്ല? പാശ്ചാത്യ സംസ്കാരം നമ്മളെ നശിപ്പിച്ചു. എന്താണ് നീ വിഡ്ഢിത്തം പറയണത്? നിന്നെ നശിപ്പിച്ചത് നീ തന്നെയാണ്. നിന്റെ തമ്മിത്തല്ലും നിന്റെ മഹിമാബോധ ഇല്ലായ്മയും നിന്നെ നശിപ്പിച്ചു. എന്താ പാശ്ചാത്യരൊക്കെ മോശക്കാരാ? നിന്റെ നാട്ടുകാരൊക്കെ നല്ല ആൾക്കാരാ? എല്ലായിടത്തും നന്മയും തിന്മയുണ്ട്. നമ്മൾ ചോദിക്കാറുണ്ട്, ഈ പാശ്ചാത്യ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാരോട് ചോദിക്കാറുണ്ട്, അപ്പോൾ നിങ്ങൾ ആസ്ട്രേലിയനെ എന്തായിട്ടാ കൂട്ടുക? ഓസ്ട്രേലിയ നമ്മുടെ കിഴക്കാണ്, എന്തായിട്ടാ കൂട്ടുക? പോട്ടെ. ആഫ്രിക്കയെ നിങ്ങൾ എന്തായിട്ടാ കൂട്ടുക? അത് നമ്മളെ പടിഞ്ഞാറാ. നമ്മളെക്കാൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സ്നേഹസമ്പന്നരായ, നിഷ്കളങ്കരായ, മലയെ പൂജിക്കുന്ന, മരത്തെ പൂജിക്കുന്ന, വെള്ളത്തെ പൂജിക്കുന്ന ജനവിഭാഗം അധിവസിച്ച പ്രദേശമാണ് ആഫ്രിക്ക. അപ്പോൾ അവർ പാശ്ചാത്യരല്ലേ നമ്മളുടെ അപേക്ഷയിൽ? അപ്പോൾ എന്താ ഈ പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ? ഞാനൊരു ഡിമാർക്കറ്റിംഗ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എല്ലായിടത്തും എവിടെ പോയാലും മനുഷ്യർ ഒരുപോലെ തന്നെയാണ്. നന്മയും തിന്മയും എല്ലായിടത്തും ഉണ്ട്. പൊതുവേ നമ്മുടെ ഒരു രോഗമായത്. നമ്മൾ വായന ഇന്ന് വരെ വന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 35 കൊല്ലമായിട്ട് സമൂഹത്തിൽ നിത്യം പ്രസംഗിക്കുന്നുണ്ട്. ഇന്ന് വരെ പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞ് നമ്മളെ വായിന്ന് വന്നിട്ടില്ല, വരില്ല. കാരണം നന്മയും തിന്മയും ലോകം മുഴുവനുണ്ട്. അതിൽ നന്മയുടെ അംശം കാണാൻ ശ്രമിക്കുക. എല്ലാത്തിനെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കുക. ക്രൂരതകൾ ചെയ്തതോ, ക്രൂരതകളുടെ അങ്ങേയറ്റം ചെയ്തിട്ടുണ്ട് യൂറോപ്യൻസ്, ഇല്ലാന്ന് ആരും പറയുന്നില്ല. ലോകത്തിൽ ഏറ്റവും അധികം ക്രൂരത ചെയ്ത ജനവിഭാഗങ്ങൾ യൂറോപ്യൻസാണ്. അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അത് സ്പാനിഷ് ഇൻക്വിസിഷനോ അല്ലെങ്കിൽ ഗോവ ഇൻക്വിസിഷനോ മാത്രമല്ല. അടിമ കച്ചവടമായാലും, സ്ത്രീത്വത്തിനെതിരായി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അതിക്രമങ്ങളായാലൊക്കെ യൂറോപ്യൻ സമൂഹം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് ഒതുക്കാൻ പറ്റില്ല. അത് വെച്ചിട്ട് മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. അനുഭവമൊക്കെ വിസ്തരിച്ച് പറഞ്ഞാൽ ഉപനിഷത്ത് തീരില്ല. എന്നാൽ ഓർമ്മ വന്നാൽ പറയാതിരിക്കാനും വയ്യ. നമ്മൾ കഴിഞ്ഞ ആഴ്ച, അതിന് മുമ്പത്തെ ആഴ്ചയാണ്, ഒരു വലിയൊരു കാസിലിൽ പോയി. കേപ്പ് കോസ്റ്റ് കാസിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ആരുണ്ടാക്കിയേ? അപ്പം നമ്മൾ പറയും ബ്രിട്ടീഷുകാരോ? ബ്രിട്ടീഷുകാരപ്പുറത്ത് തോക്കും കൊണ്ട് നിന്നിട്ട് അടിമകളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാ ആണല്ലോ. എന്നാലും നമ്മൾ പറയും ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാ. അതിൻ്റെ 3 നിലകളുണ്ട്. ഏറ്റവും മുകളിലെ നിലയിൽ ഗവർണർ താമസിച്ചിരുന്ന മുറി, അയാൾ ഭക്ഷണം കഴിക്കുന്ന മുറി, അയാൾ കിടന്നുറങ്ങിയിരുന്ന മുറി, കൊച്ചു മുറി തന്നെയും നല്ല ഒന്നാന്തരം ബ്രിട്ടീഷ് രീതിയിലുള്ള വലിയ ജനവാതിലുകൾ, അതിവിശാലമായ ജനവാതിലുകൾ, ഉയർന്ന മേൽക്കൂരയൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായ മുറികൾ. അതിനിപ്പുറത്ത് വലിയ ഹാള് അവർക്ക് കളിക്കാനുള്ളത്, അതിനപ്പുറത്ത് വലിയ ഹാള് അടിമകളെ വാങ്ങാനും വിൽക്കാനും മറ്റുള്ള കച്ചവടം പറയുന്ന ഹാള്. തൊട്ട് താഴത്തെ 2 നിലകളിൽ അവർക്ക് താമസിക്കാനുള്ള വിശാലമായ ജനവാതിലുകളോട് കൂടിയ നല്ല വായുസഞ്ചാരമുള്ള, എന്താ പറയേണ്ടത്, ഇമ്പീരിയൽ സ്റ്റൈൽ നമ്മൾ പറയാറുണ്ട്, ആ രീതിയിലുള്ള കെട്ടിടങ്ങൾ. ഇനി നമുക്ക് അടിയിലേക്ക് പോകാം. അടിയിൽ ഭൂഗർഭത്തിലേക്ക് ഒരു വഴി. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ചെറിയ 2 ഭൂഗർഭ അറകളാണ്. ആ അറകൾക്ക് 3 ദ്വാരങ്ങളുണ്ട്, ഇത്ര വലുപ്പമുള്ള. മുകൾ ഭാഗത്ത് ഈ അറകൾ നിലം പരുക്കനാണ്, കല്ലാണ്.
അത് ചെരിഞ്ഞിട്ടാണ്, രണ്ട് ഭാഗത്തെയും ചെരിവ് നടുവിലൊരു ചാലുണ്ട്. ആ ചാല് നേരെ കടലിലേക്കാണ് എത്തുക. ഈ അറകളിൽ 2 അറകളാണ്. ഈ അറകളിലാണ് അടിമകളെ ഇട്ടിരുന്നത്. ചരിത്രം അനുസരിച്ച് പറഞ്ഞാൽ 300-നും 350-നും ഇടയ്ക്ക് അടിമകളെയാണ് ഒന്നിലിടുക. അപ്പോൾ ഈ ഹാളിൻ്റെ പകുതി ഉണ്ടാവും, അതിലാണ് 300-350 പേരുണ്ട്. നമ്മൾ മനസ്സിലാക്കുക. മുകളിലൊരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിൽ കൂടിയാണ് ഭക്ഷണം ഇട്ട് കൊടുക്കുക. മലം മൂത്രം എവിടെയാ? ഇവിടെ തന്നെ. ഭക്ഷണം അവിടെ തന്നെ. സത്യം പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. അത് പോട്ടെ. അപ്പോൾ ഇവിടുന്ന് ചത്തുപോകും, പകുതിയും ചത്തുപോകും. ചത്തുപോകുമ്പോൾ നേരെ കടലിലേക്ക് തള്ളാനുള്ള ദ്വാരമുണ്ട്. ബാക്കി ചങ്ങലൊക്കെ ഇട്ടിട്ട് ഷിപ്പ് വരുമ്പോൾ ഷിപ്പിലേക്ക് കയറ്റണം. ഒന്നും പുറത്തേക്ക് പോകണ്ട. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ടണലുണ്ട്. ആ ടണലിൽ കൂടിയാണ്. ആ ടണലിൽ കൂടെ ഇവർ ഇപ്പോൾ 10 പേരെ ഇവിടുന്ന് വിട്ടാൽ ആ 10 പേര് ഇവിടെ എത്തുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടി മുകളിൽ വലിയ ദ്വാരങ്ങളുണ്ട്. അവിടുന്ന് ബ്രിട്ടീഷുകാർക്ക് നോക്കി നിൽക്കാം പോകുന്നുണ്ട് എന്നുള്ളത്. ആരെങ്കിലും മടിച്ചാൽ കുത്താം, അപ്പം ചാവും, കടലിലേക്ക് തട്ടിയിടാം. ഇതൊന്നുമല്ല പ്രധാനം, ഇതൊന്നുമല്ല പറയാൻ പോണത്. ഇവിടുന്ന് ഒരു 50-60-70 മീറ്റർ ഇപ്പുറത്ത് സ്ത്രീകളുടെ അറ, ഇതേപോലെ ഉള്ള അറ, അതിന് ഇതേപോലെ ദ്വാരങ്ങൾ, എല്ലാ സംവിധാനവും ഇത് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പുരുഷന് മലവും മൂത്രവും ഉണ്ടാവും. ആ മലത്തിലും മൂത്രത്തിലും അവന് കിടക്കാം, സമ്മതിച്ചു. ഒരു സ്ത്രീയെ സംബന്ധിച്ചോ, എന്തായാലും 4 മാസം ഈ അറയിൽ ഇടുന്നു എന്ന് പറഞ്ഞാൽ 4-5 പ്രാവശ്യം മെൻസസ് ഉണ്ടാവും. 4-5 പ്രാവശ്യം ഉണ്ടാവും. പോട്ടെ, 4 പ്രാവശ്യം. പൂർണ്ണ ആരോഗ്യവതിയാണെങ്കിൽ 4 പ്രാവശ്യം. ഈ 4 പ്രാവശ്യമുള്ള മെൻസസിൻ്റെ രക്തം ആലോചിച്ച് നോക്കൂ, പുഴുക്കില്ലേ?